രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടികളുടെ ആരോപണങ്ങളിൽ തട്ടി രാജിവെച്ചതോടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനിയാര് എന്ന ചർച്ചകൾക്ക് പാർട്ടിയിൽ തുടക്കമായി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി മുതിർന്ന നേതാക്കൾ തമ്മിൽ പിടിവലി തുടങ്ങി. തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് സംസ്ഥാനം കാലെടുത്ത് വെച്ചതോടെ സംഘടനയെ ശക്തമായി ചലിപ്പിക്കാൻ കഴിയുന്ന നേതൃത്വം എന്ന ആലോചനയിലാണ് പാർട്ടിയിൽ സജീവമാകുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്കായി രമേശ് ചെന്നിത്തല, ബിനു ചുള്ളിയേലിനായി KC വേണുഗോപാൽ, KM അഭിജിത്തിനായി MK രാഘവനും ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. അതിനിടെ യൂത്ത് കോൺഗ്രസ് ഒരു വനിതാ അധ്യക്ഷ എന്തുകൊണ്ട് പാടില്ല എന്ന ചോദ്യം AICC തന്നെ ഉന്നയിച്ചതായി സൂചനയുമുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിലെ വൈസ് പ്രസിഡന്റുമാരായ ഷിബിന VK, അരിത ബാബു എന്നീ പേരുകൾ പരിഗണിക്കപ്പെട്ടേക്കാം. തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളാണ് നിലവിലുള്ളതെന്നതിനാൽ നിലവിലെ വൈസ് പ്രസിഡന്റുമാരിൽ നിന്ന് തന്നെ പ്രസിഡന്റിനെ കണ്ടെത്തേണ്ടിയും വരും. സംഘടനയിൽ രണ്ടാമൻ അബിൻ വർക്കിയാണെങ്കിലും സംഘടനാ തലങ്ങളിലെ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കപ്പെടുമ്പോൾ അബിന് സാധ്യത കുറവാണ്. KPCC പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ഒരേ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നാകുന്നത് കോൺഗ്രസിൽ പതിവുള്ളതല്ല. നിർണായക കാലഘട്ടങ്ങളിൽ വനിതാ പ്രസിഡന്റ് എന്ന ആശയത്തിന് മുൻതൂക്കം ലഭിച്ചു കഴിഞ്ഞാൽ തീപ്പൊരി നേതാവായ ഷിബിനയ്ക്കു തന്നെ നറുക്കുവീണേക്കും. അരിത ബാബുവും ഒപ്പം തന്നെ പരിഗണിക്കപ്പെട്ടേക്കാനുള്ള സാധ്യതയുമുണ്ട്. JS അഖിൽ, VP അബ്ദുൾ റഷീദ് എന്നിവരെയും പരിഗണിക്കുമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പുതിയ അധ്യക്ഷനായി തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നത്. 2 ദിവസത്തിനകം അധ്യക്ഷന്മാരാര് എന്ന് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. യുവനടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജിന്റെ വെളിപ്പെടുത്തലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പടിയിറക്കത്തിലേക്ക് എത്തിച്ചത്. ഒരു യുവ നേതാവ് മോശമായി പെരുമാറിയെന്നായിരുന്നു റിനിയുടെ വെളിപ്പെടുത്തലിൽ റിനി യുവ നേതാവിന്റെ പേര് പറഞ്ഞില്ല എങ്കിലും ഹൂ കെയർ എന്നാണ് ആ നേതാവിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപ് സമൂഹ മാധ്യമത്തിൽ രാഹുലിനെതിരെ ആരോപണമുയർന്നപ്പോൾ തന്നെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഹൂ കെയർ എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. അതുകൊണ്ട് തന്നെ റിനി ആരോപണമുയർത്തത് രാഹുലിനെതിരെയാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ രാഹുലിനെതിരെ വിമർശനവുമായി എഴുത്തുകാരി ഹണി ഭാസ്കരനും രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്നും ഇത് തുറന്നു കാട്ടിത്തന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണെന്നുമായിരുന്നു ഹണി ഭാസ്കർ പറഞ്ഞത്. സംഭവം വലിയ വിവാദമായി മാറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരണവുമായി നേതാക്കളും രംഗത്തെത്തി. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം ഒരു മാധ്യമം പുറത്തുവിട്ടു. അതോടെ സ്ത്രീകൾക്ക് രാഹുൽ അയച്ച ചാറ്റുകളും പുറത്തു വന്നു. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. രാജിവെച്ചതിന് ശേഷവും രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. കൊച്ചിയിലെ ട്രാൻസ്ജെൻഡറും രാഹുലിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ഇന്നും രാഹുലിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉയരുമെന്നാണ് സൂചനയുള്ളത്. രാഹുൽ ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായി എന്ന വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ അതിനിരകളായ യുവതികളുടെ പരാതികൾക്കായി കാത്തിരിക്കുകയാണ് പോലീസ്. പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം. വെളിപ്പെടുത്തിയവരോ തെളിവുകൾ പുറത്തുവിട്ടവരോ നിലവിൽ രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്താൻ തയ്യാറായിട്ടുമില്ല എന്നതും ശ്രദ്ധേയമാണ്.